ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതോടെ മഹാരാഷ്ട്രയിൽ നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ. ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് ഭാര്യ സുനേത്ര പവാറിനെ കൊണ്ടുവരാൻ NCP നീക്കം നടത്തുകയാണ്. സുനേത്രയെ ബാരാമതിയിൽ നിന്ന് മത്സരിപ്പിക്കാനും ആലോചനയുണ്ട്. അതേസമയം NCPകളുടെ ലയനത്തിനായി സമ്മർദ്ദം ചെലുത്തുകയാണ് NCP ശരത് പവാർ വിഭാഗം. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, വീണ്ടും ഒരു കുടുംബ ആധിപത്യം അല്ലെങ്കിൽ കുടുംബവാഴ്ച എന്നതിലേക്കൊക്കെ പോവുകയാണ്. നമുക്കറിയാം, ആ കുടുംബത്തിൽ ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ട്. വീണ്ടും ഈ സുനേത്ര പവാർ ഇതിനോടകം തന്നെ അങ്ങനെ ഒരാളാണെങ്കിൽ പോലും ഭർത്താവ് മരിച്ച അതേ സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവരുന്നു. ആ ആലോചനകൾ അവിടെ നടക്കുകയാണ് അല്ലേ? തീർച്ചയായും അനുജ, 2023 പാർട്ടി പുലർത്തിയ ശേഷം NCP ഔദ്യോഗിക പക്ഷത്തിന്റെ ദേശീയ അധ്യക്ഷനായിരുന്നു അജിത് പവാർ. അപ്രതീക്ഷിതമായ ദുരന്തത്തോടെ ഇനി പാർട്ടിയെ ആര് നയിക്കുമെന്ന കാര്യത്തിലാണ് യഥാർത്ഥത്തിൽ ആദ്യം NCPയിൽ ഉത്തരം കിട്ടേണ്ടത്. നിലവിലെ വർക്കിംഗ് പ്രസിഡന്റായ പ്രഫുൽ പട്ടേൽ അടക്കമുള്ളവരാണ് ഇപ്പോൾ ഇത്തരം ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് മുഖ്യമന്ത്രിയുമായി ഈ പ്രഫുൽ പട്ടേൽ അടക്കമുള്ളവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിനെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്നും ബാരാമതിയിൽ നിന്ന് തന്നെ സുനേത്ര മത്സരിക്കണം എന്നതുമാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് ഉരുത്തിരിയുന്ന ധാരണ. നേരത്തെ പാർത്ഥ് പവാർ അജിത് പവാറിന്റെ മകനെയും ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നെങ്കിലും അവസാനം സുനേത്രയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ രാഷ്ട്രീയത്തിൽ അത്രമേൽ അജിത് പവാറുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്രമേൽ പരിചയമൊന്നും ഈ സുനേത്ര പവാറിനില്ല. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പവാർ കുടുംബത്തിൽ ഉണ്ടായ മത്സരമായിരുന്നു ബാരാമതിയിൽ. സുപ്രിയ സുലെക്കെതിരെ മത്സരിച്ച് വലിയ മാർജിൻ അവർ പരാജയപ്പെട്ടു. പിന്നീട് രാജ്യസഭയിലേക്ക് എത്തുകയായിരുന്നു സുനേത്ര പവാർ. അതേസമയം ലയനം, ഈ അജിത് പവാറിന്റെ അപകടത്തിന് മുൻപ് ഇരു NCPകളും തമ്മിലുള്ള ലയനത്തെ കുറിച്ചുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നു എന്നതാണ് നമുക്ക് കിട്ടിയ വിവരം. എന്നാൽ ഇനിയിപ്പോൾ ലയന സാധ്യത എങ്ങനെയാണ് എന്നതിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ലയനവുമായി മുന്നോട്ട് പോകണം എന്നതാണ് ശരത് പവാർ ക്യാമ്പ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഏത് മുന്നണിയിലായിരിക്കും എന്ന കാര്യത്തിൽ കൂടി ഒരു ചർച്ചയിൽ തീരുമാനമാവേണ്ടതുണ്ട്. പ്രധാന തർക്കം ഇന്ത്യ സഖ്യത്തിന് കൂടെ നിൽക്കണോ അല്ല NDAയുടെ കൂടെ തന്നെ നിൽക്കണോ എന്നുള്ളതാകും അനുജ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.